I really deeply understood what an honor it is to be the representative of all of you in Parliament. ആ കുട്ടിയുടെ ആ മെസ്സേജ്, വാട്സപ്പിൽ ആ മെസ്സേജ് കണ്ടപ്പം എനിക്ക് ആഴത്തിൽ മനസ്സിലായി, നിങ്ങൾ ഓരോരുത്തരെയും ഈ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നിങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. Because maybe you don't fully realize what a symbol of the true values that India stands for lies here in Wayanad. ഒരു പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല, ഇന്ത്യ എന്ന രാജ്യം പ്രതിനിധാനം ചെയ്യുന്ന എത്ര യഥാർത്ഥ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളെ എല്ലാം പ്രതിനിധീകരിക്കുന്നവരാണ് നിങ്ങളെന്ന് ഒരു പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. The unity you show, the compassion you have for each other, the love you share with each other, it is unique, especially today when across India there is divisiveness and politics is constantly pushing you to be separate, to divide you. ഈ രാജ്യം മുഴുവൻ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം നടക്കുമ്പോൾ, രാഷ്ട്രീയം നിരന്തരമായി നിങ്ങളെ വിഭജിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ കാണിക്കുന്ന അനുകമ്പ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും കാണാത്തതാണ്, വിശിഷ്ടമായതാണ്, സവിശേഷമായതാണ്. So to me you really represent all that is beautiful about our country. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ഈ രാജ്യത്തെ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. And you also represent the fight that we, all of us in the UDF, are fighting. നിങ്ങൾ എല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നത് ഈ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പോരാട്ടത്തെയും നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നുണ്ട്. Today we are fighting for the spirit of our nation, for the soul of India. ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. We are fighting for the values of our constitution on which our nation was built. ഈ രാജ്യത്തെ പടുത്തുയർത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the right of each one of you to have a better, stronger future. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മെച്ചപ്പെട്ട ശക്തമായ ഭാവി ഉണ്ടാവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the power and resources of this country to belong rightfully to the people of this country. ഈ രാജ്യത്തെ അധികാരവും ഈ രാജ്യത്തെ വിഭവങ്ങളും നീതിപൂർവമായ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We are fighting against a force that is doing everything in its power to destroy the institutions upon which our country was built.